87-ഉം 96-ഉം എല്ലാം ഇടതുപക്ഷം കേരളം ഭരിച്ചപ്പോൾ യും അട്ടിമതിക്കുകയാണ് പിന്നീട് വലതുപക്ഷം ചെയ്യുന്നത്. 2006 അധികാരത്തിൽ ഉണ്ടായിരുന്ന BS-ന്റെ കൊണ്ട് നടപ്പിലാക്കിയ എല്ലാ ജനപക്ഷ വികസന പ്രവർത്തനങ്ങളെയും പിന്നീട് അധികാരത്തിൽ വന്നവരില്ലാതായി. ഇതെല്ലാം നിലനിർത്താൻ വേണ്ടി കഴിയണമെങ്കിൽ, ഇനിയും കുറെ കൂടി മുന്നേറ്റം ഈ കേരളത്തെ കൈവരിക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ ഈ വികസന സംവാദ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയങ്കനായിട്ടുള്ള നമ്മുടെ MLA ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററെ വേറെ ആദരവോടെ ക്ഷണിക്കുക. ദാരിദ്ര്യം അവസാനിപ്പിക്കണം. ദാരിദ്ര്യം അവസാനിപ്പിക്കണമെങ്കിൽ ആളുകളുടെ കയ്യിൽ പണം പോകണം. വെറുതെ ദാരിദ്ര്യം അവസാനിക്കില്ല. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ പരിപാടി ആസൂത്രണം ചെയ്തത്. കർഷക തൊഴിലാളി പെൻഷൻ സഹാബ് നാനാരുടെ കാലത്ത് ആരംഭിച്ചതാണ്. 45 രൂപയാണ്. അതിപ്പോൾ 1600 ഇപ്പത്രയും 2000. ഈ 2000 മാത്രം പോരാ, ഇനിയും ഇതിനെ വർദ്ധിപ്പിക്കാനാവണം. കാരണം ദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്നുള്ളത് നമ്മൾ അതിൻ്റെ വന്നു കഴിഞ്ഞു. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 1000 രൂപ കൊടുക്കാതിരിക്കണം. 31.39 ലക്ഷം ആൾക്ക് ഈ 1000 രൂപ കിട്ടും. ഇനി ഞാൻ പ്രശ്നിച്ചപ്പോൾ എന്നോട് തന്നെ പറഞ്ഞു, എന്താണെന്നറിയാം മാഷേ, ഇതല്ലേ ഓരോ പോക്കന്നെ കിട്ടുന്നു എന്നുള്ള നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള ഫീലിംഗാണ്. അരി യോഗന്നെ എടുക്കുന്നത്, അതുപോലെ ഈ പൈസ യോഗന്നെ എടുക്കുന്നത് എന്നോട്. അത് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം. ഇനി ഇതിനെപ്പറ്റി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന കേന്ദ്രം നമ്മുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നില്ല. പക്ഷേ ലോകം കേരളത്തെ പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്താൻ പോവുകയാണ്. ലോകം ഉൾപ്പെടെ ഉൾക്കൊള്ളുന്നതാണ് താലൂക്ക് ഓഫീസ്. അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. അത് പൂർണ്ണമായിട്ടും പൊളിക്കാതെ നിർത്തുകയാണ്. ഗതിവേ ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ KSRTC ഉപയോഗിച്ച് ഒരു മ്യൂസിയവും കളിപ്പറമ്പിന്റെ ചരിത്രം അത് വെച്ചുകൊണ്ടുള്ള വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും നമ്മൾ ആലോചിച്ചു. അപ്പൊ ഇതെല്ലാം നമുക്ക് നടത്താൻ സാധിച്ചത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ്. ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യത്തെ ഇന്ത്യയിലെ മണ്ഡലം കളിപ്പറമ്പ് മണ്ഡലമാണ് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയും. ഒരു മണ്ഡലവും ഇന്ത്യയിൽ ആലോചിച്ചില്ല, ആദ്യമായിട്ട് ആലോചിച്ച് നമ്മൾ കേരളത്തിൽ നമ്മൾ ആദ്യമായിട്ട് കളിപ്പറമ്പാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ആദ്യത്തെ പ്രാവശ്യം നടത്തിയത്. ഇപ്പോൾ അവസാനം ഫോറൻ ഉദ്ഘാടനം ചെയ്ത് സമാപിച്ച ആ പരിപാടിയോടുകൂടി എന്നോട് തന്നെ പലരും പറഞ്ഞു, മാഷെ ഇനി അടുത്തത് എന്തെന്ന് പാടില്ല, ഇനി അടുത്ത എഡിഷൻ ഉണ്ടോ എന്ന് പാടില്ല. ഞാൻ പറഞ്ഞു 4ാമത്തെ എഡിഷൻ ഉണ്ട്. കരഘോഷത്തോടു കൂടിയാണ് അവിടെ സന്നിഹിതരായ 10,000-കണക്കിന് ആളുകൾ അത് ഏറ്റുവാങ്ങി. അതേപോലെ തന്നെ ടൂറിസം മേഖല, ടൂറിസത്തിന് വലിയ സാധ്യതയാണ്. ഇടുക്കിയിൽ ടൂറിസത്തെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇടുക്കിയിൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള 20 കോടി രൂപ പുതിയ പ്രോജക്റ്റ് വരാൻ പോവാണ്. അതിമനോഹരമായിരിക്കും ആ പ്രോജക്റ്റ്. ഗ്ലാസ് ബ്രിഡ്ജ് ഉൾപ്പെടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് രാജ്യം ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർഷികൾ വിൽപ്പന തുടങ്ങി, മരപ്പട്ടം ആരംഭിച്ചു, കുപ്പം നമ്മൾ തുടങ്ങി. കുപ്പം ബോട്ടിലേക്ക് ചുറ്റും ഇപ്പോഴും ബോട്ടും സംവിധാനം വന്നു തുടങ്ങി. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് രൂപപ്പെട്ടു. മുല്ലക്കൊടി ടൂറിസത്തിന്റെ പോയിന്റ് വളരെ ശ്രദ്ധേയമായ ഒന്നാകുമ്പോൾ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂ സഫാരി പാർക്ക് നമ്മൾ നാടുകാണിയിൽ ഉണ്ടാക്കണം. നാടുകാണി ലോ കോളേജ് വരാൻ പോകണം. ലോ കോളേജ് 2 BSc നഴ്സിംഗ് കോളേജ് ആരംഭിച്ചത് ഈ തലപ്പം മണ്ഡലത്തിൽ മാത്രമാണ്. ആരെങ്കിലും വളരെ ചുറ്റാണ് 2 ഇന്ത്യയാണ്. ഒന്ന് സാധാരണ മേഖലയിൽ, മറ്റൊന്ന് ശ്രീവാസ്. 2 BSc നഴ്സിംഗ് കോളേജ്. ഹിരയുടെ പുതിയ കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ കരിപ്പത്താണ് ആരംഭിച്ചപ്പോൾ ഒരുപാട് കുട്ടികൾ പുറത്തിറങ്ങി. അവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം വരാൻ പോകുന്നത്. കളിപ്പറമ്പ് ജില്ലാ സ്റ്റേഡിയം, സാധാരണ സ്റ്റേഡിയമല്ല. ഒരു 10-62 കോടി രൂപ നമുക്ക് അതിനു വേണ്ടി ചെലവഴിക്കാൻ സാധിക്കാൻ പോവാണ്. കൊടിജിയിൽ മുതൽ കോറിഡോർ എന്ന പോലെ
പറശ്ശിനിക്കടവ് വരെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തനം നടക്കാൻ പോവുകയാണ്. ഇങ്ങനെ കേരളത്തിന്റെ വിവിധ മേഖലയിൽ നടക്കുന്ന കൃത്യമായ പരിപ്രേക്ഷ്യം പോലെ തളിപ്പുറം മണ്ഡലത്തിലും അതിന്റെ എല്ലാം മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, ആയിരക്കണക്കിന് വികസന പ്രവർത്തനങ്ങൾ, നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് വികസന പ്രവർത്തനങ്ങൾ, എത്രയോ 1000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ കലവറയായി തളിപ്പുറം മണ്ഡലത്തെ മാറ്റാൻ നമുക്ക് 5 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് തുടർച്ചയായ ഗവൺമെന്റിന്റെ ഫലപ്രദമായ ഇടപെടൽ കൂടി ചേർത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്കൊന്നും നടക്കുന്നില്ല. ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷിച്ച വിജയം നമുക്കുണ്ടായില്ല എന്നുള്ളത് ശരിയാണ്. തളിപ്പുറം ഒന്നുകൂടി പിടിച്ചിരുന്നെങ്കിൽ തളിപ്പുറം മുനിസിപ്പാലിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുമായിരുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന മുന്നേറ്റം സൃഷ്ടിക്കാൻ തളിപ്പുറമിൽ നമുക്ക് സാധിക്കും.